ഒരു വികസിത മണ്ഡലം എന്ന് ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MLA-മാർക്ക് ഒരു നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കാത്ത വികസനം എത്രയോ അകലെയാണെന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരംഭ കാലഘട്ടം മുതൽ MVR മുതൽ ഗോവിന്ദ മാഷ് വരെയുള്ള കാലഘട്ടം ഇടതുപക്ഷത്തെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം. പക്ഷെ കാലത്തിനൊത്ത വികസനം കൊണ്ടുവരാൻ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. ഒരു ചെറിയ സംഭവം എടുത്ത് പരിശോധിച്ചാൽ പോലും അതിൽ പോലും അഴിമതി കാണുന്ന, അഴിമതി ചെയ്യുന്ന, ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇന്നലെ വരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ തിരഞ്ഞെടുത്തത്. പക്ഷെ ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളുള്ളൊരു മണ്ഡലമാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം. ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, രണ്ടുപേരും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. ചെറുപ്പകാലം മുതൽ തൻ്റെ പ്രസ്ഥാനം CPM എന്നാണെന്നും, എന്നാൽ കഴിഞ്ഞ ഒരു മാസം മുന്നേ മാത്രമാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ സ്വതന്ത്രനായി മത്സരിക്കുമ്പോഴും കോൺഗ്രസ്സുകാരുമായി നല്ല ഉറ്റ ബന്ധവും ചങ്ങാത്തവും ഉള്ള ഗോവിന്ദ മാഷ്ക്ക് കോൺഗ്രസിന്റെ പിന്തുണ തേടാൻ അധിക പ്രയാസമുണ്ടായിട്ടില്ല. തളിപ്പറമ്പ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുമ്പോൾ NDA സ്ഥാനാർത്ഥി N. ഹരിദാസ് വാർത്താസമ്മേളനത്തിൽ മുന്നണികളെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. സാജന്റെ ആത്മഹത്യ വിവാദമായ കാലത്ത് PK ശ്യാമള ടീച്ചർക്ക് തെറ്റുപറ്റിയെന്ന് പരസ്യമായി പ്രസംഗിച്ച അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഇന്ന് ടീച്ചറെ ന്യായീകരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം ചോദിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾക്ക് കാലത്തിനൊത്ത വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. MV ഗോവിന്ദൻ മാസ്റ്റർ സ്വന്തം താൽപര്യപ്രകാരമാണ് തന്റെ അവസരത്തിന് ശേഷം ഭാര്യയെ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദനെതിരെയും രൂക്ഷമായ പരിഹാസമാണ് ഹരിദാസ് ഉയർത്തിയത്. TK ഗോവിന്ദനെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല. കോൺഗ്രസിനു വേണ്ടി ചോരനീരാക്കുന്ന സാധാരണ പ്രവർത്തകർക്ക് എങ്ങനെയാണ് ഇത്തരമൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുക എന്നും ഹരിദാസ് ചോദിച്ചു. ഗോവിന്ദ മാഷ് മത്സരിക്കുന്നത് സ്വതന്ത്ര ചിഹ്നത്തിലാണ്. കോൺഗ്രസ് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു കൈപ്പത്തി ചിഹ്നത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ ചിഹ്നം പോലും തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവും. കാരണം അദ്ദേഹം ചിഹ്നം പോലും എനിക്ക് പറ്റില്ല, കാരണം ആ ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കില്ല, കാരണം ആ ചിഹ്നത്തെ കാലാകാലങ്ങൾ എതിർത്തു വന്ന മനസ്സാണ് എൻ്റെ മനസ്സ്. അതുകൊണ്ട് തന്നെ ഞാനെന്നും ഇടതുപക്ഷമാണ്, കാരണം എനിക്ക് ചില അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാനിന്ന് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നത് എന്ന തീരുമാനമാണ് അദ്ദേഹത്തിനുള്ളത്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, നിങ്ങളോട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇടതുപക്ഷത്തെ തകർക്കാനല്ല, ഞാൻ മത്സരിക്കുന്നത് CPM-നെ തകർക്കാനല്ല, CPM-നെ തെറ്റുതിരുത്താനാണ്. തെറ്റുതിരുത്തണമെങ്കിൽ എന്തിനാണ് കോൺഗ്രസിന്റെ പിന്തുണയോട് തിരുത്തുന്നത്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തെറ്റുതിരുത്തിയാൽ പോരെ. പക്ഷെ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകന്മാർ ആത്മവിശ്വാസത്തോടുകൂടി ഇന്നലെ വരെ ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച നിരവധി നേതാക്കന്മാരുടെ മണ്ണാണ് ഈ തളിപ്പറമ്പ് മണ്ഡലം. അത്തരം ആളുകൾക്ക് എങ്ങനെയാണ് മനസ്സാക്ഷിയോടുകൂടി അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കുക? കാരണം അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലൂടെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കോൺഗ്രസിൻ്റെ സാധാരണ അണികൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. അതുപോലെ തന്നെ ശ്യാമള ടീച്ചർ, നമുക്കറിയാം ഗോവിന്ദ മാഷുടെ ധർമ്മപത്നി ശ്യാമള ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വേറെ വിവാദമുള്ള ഒരു മണ്ഡലമാണ്. സാജനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഞങ്ങൾ വരുന്ന വഴിയിൽ പാർത്താസ് കൺവെൻഷൻ സെന്ററിന്റെ മുന്നിലൂട്ടേ വന്നിട്ടുള്ളൂ.
സ്വാഭാവികമായിട്ടും അത് കാണുന്ന ഏതൊരു സഖാവിനെ സംബന്ധിച്ചിടത്തോളം സാജന്റെ മുഖം ഓർമ്മ വരും. കാരണം സാജൻ സഖാവായിട്ടാണ് കുടുംബത്തിൽ പുറത്തുപോയി ജീവിതമാർഗത്തിന് വേണ്ടി വിദേശത്ത് പോയിട്ട് ജോലി ചെയ്തിട്ടുള്ളത്. സഖാക്കളുമായിട്ടാണ് നല്ല ബന്ധം, ആത്മബന്ധമുള്ള. തൻ്റെ നാട്ടിലെ തൻ്റെ വിശ്വാസം ഇടതുപക്ഷ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നയിച്ചിട്ട് വന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ സംഖ്യ കൊണ്ട് അങ്ങനെ ധനം സമാഹരിച്ച് നാട്ടിലെ സഖാക്കൾക്ക് 10 പേർക്ക് തൊഴിൽ കൊടുക്കാനാണ് ഇവിടെ ഒരു സംരംഭം തുടങ്ങിയത്. നാട്ടിലെ 10 സഖാക്കൾക്ക് തൊഴിൽ കൊടുക്കാലോ, എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടൊരു സംരംഭം തുടങ്ങിയത്. ആ സംരംഭം തുടങ്ങി പൂർത്തീകരിച്ചതിന് ശേഷം അതിനൊരു നമ്പർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതേ ശ്യാമള ടീച്ചർ അന്ന് ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യം ഈ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലുണ്ട്. എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? അവർ പറഞ്ഞത്, നിന്റെ ചെരുപ്പ് തഴയുന്നത് വരെ, നിന്റെ ചെരുപ്പിൻ്റെ എത്രയോ കണ്ണികൾ പൊട്ടുന്നത് വരെ ഞാനിരിക്കുന്ന കാലത്തോളം അതിന് പെർമിഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ് ധാർഷ്ട്യത്തോടെ ധിക്കാരത്തോടെ പറഞ്ഞ വ്യക്തിയാണ് ശ്യാമള ടീച്ചർ. അന്ന് ഇത് ഇപ്പോൾ നിഷേധിക്കുന്ന ആളുകൾ, CPM-ന്റെ സമുന്നതരായ നേതാക്കന്മാർ, അന്ന് പി ജയരാജൻ ധർമ്മശാലയിൽ വെച്ചൊരു പൊതുയോഗം നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. BJP-യുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റാണ് ഞാൻ. അന്ന് ധർമ്മശാലയിൽ വെച്ചിട്ട് പി ജയരാജൻ പറഞ്ഞത് ശ്യാമള ടീച്ചർക്ക് തെറ്റുപറ്റിയെന്നാണ് പറഞ്ഞത്. ഇന്ന് ജനങ്ങളോട് പറയുന്നത് ഇന്നത്തെ പാർട്ടി നേതൃത്വം ശ്യാമള ടീച്ചർ തെറ്റുപറ്റിയില്ല എന്നാണ്. അന്ന് സാജന്റെ കൊലപാതകത്തെ തള്ളിപ്പറഞ്ഞതാണ് ജില്ലാ സെക്രട്ടറി. ഇന്ന് സാജന്റെ കൊലപാതകത്തെ ന്യായീകരിക്കുക. കൊലപാതകം എന്ന് ഞാൻ പറയാൻ കാരണം സ്വയം ആത്മഹത്യയാണ്. പക്ഷേ അതിലേക്ക് നയിച്ചിട്ടുള്ളത് ചില ആളുകളുടെ വാക്കുകളാണ്, പ്രവർത്തനമാണ്, ധിക്കാരമാണ്, ധാർഷ്ട്യമാണ്. അതുകൊണ്ടാണ് സാജൻ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചത്. താൻ സമ്പാദിച്ചു കൂട്ടിയ മുഴുവൻ സ്വത്തും മുഴുവൻ സമ്പാദ്യവും ഉണ്ടാക്കിയെടുത്ത ഒരു സൗധം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, സഖാക്കൾക്ക് വേണ്ടി തൊഴിൽ കൊടുക്കാൻ എടുത്തിട്ടുള്ള കാര്യങ്ങൾ അതിന് സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോഴാണ് മരണം വരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ 2 കാര്യങ്ങളും 2 മുന്നണികളിലും വലിയ പ്രശ്നങ്ങളാണ്. CPM-ന്റെ സാധാരണ അണികൾക്ക്, സാജനോട് കൂറുള്ള ആളുകൾക്ക് സാജന്റെ മരണം ഇന്നും ആ മനസ്സിൽ തളം കെട്ടി, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന മനസ്സുമായി കഴിയുന്ന അവരുടെ സുഹൃത്തുക്കളും അവരുടെ വിശ്വാസപ്രകാരമുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് ഒരിക്കലും ശ്യാമള ടീച്ചറെ ന്യായീകരിക്കാൻ സാധിക്കില്ല, അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ ആ ടീച്ചറെയാണ് സ്വന്തം താല്പര്യപ്രകാരം തൻ്റെ സ്ഥാനത്തിന് ശേഷം എൻ്റെ ഭാര്യ എന്ന രീതിയിൽ ഇപ്പോൾ ഗോവിന്ദൻ മാഷ് കൊണ്ടുവന്നിട്ട് തൻ്റെ ഉന്നതമായിട്ടുള്ള പദവി ഇരുന്ന് ആ പദവി ദുരുപയോഗം ചെയ്തിട്ടാണ് ശ്യാമള ടീച്ചറെ ഇന്ന് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. മറ്റെല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അതുപോലെ മറ്റൊരു TK ഗോവിന്ദൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഈ രീതിയിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അദ്ദേഹം ഇന്ന് എനിക്ക് തോന്നുന്നത് താൽക്കാലിക ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ളൊരു പിന്തുണ മാത്രമാണ്. നാളെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെങ്കിൽ ഒരാളുടെ കുറവുണ്ടെങ്കിൽ ഗോവിന്ദ നീങ്ങ് പോരി എന്ന് പറഞ്ഞാൽ പോകുന്ന മനസ്സ് മാത്രമേ ഗോവിന്ദനുള്ളൂ. ഒരു സംശയവും വേണ്ട. ഗോവിന്ദ ഇങ്ങ് വന്നോ എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ കോൾ കൊണ്ട് തീരാവുന്ന പ്രശ്നം മാത്രമേ ഈ ഗോവിന്ദൻ മാഷ്ക്കുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കോൺഗ്രസ്സുകാർ പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 50 വർഷമായി ഇടതുപക്ഷത്തെ തെരഞ്ഞെടുത്തൊരു മണ്ഡലമാണ്. ഞാൻ നിങ്ങളോട് അധികമൊന്നും പറയുന്നില്ല. നമ്മുടെ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഒരു ബസ് ഷെൽട്ടർ ഉണ്ട്. 23,65,000 രൂപ ചെലവഴിച്ചിട്ടാണ് ഊരാളങ്കൽ സൊസൈറ്റി ഒരു ബസ് ഷെൽട്ടറാക്കി നിർമ്മിച്ചത്. 4 തൂണിൽ നിൽക്കുന്ന ഒരു ബസ് ഷെൽട്ടറാണ്. ഞാനൊരു 3-4 കരാറുകാരോട് ഇവിടുത്തെ തളിപ്പറമ്പിലെ ആളുകളോട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ ലാഭമെല്ലാം വെച്ചിട്ട് തന്നെ, അവർക്ക് കിട്ടാവുന്ന ലാഭം ഉപേക്ഷിച്ചുകൊണ്ടല്ല, ലാഭം വെച്ചുകൊണ്ട് തന്നെ 12.5 ലക്ഷത്തിന് അപ്പുറത്ത് പോവില്ല ഇത് പണി കഴിക്കാൻ. ഒരു ചെറിയൊരു ബസ് ഷെൽട്ടറിൽ ഇത്ര ലക്ഷക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്ന കൊള്ള സംഘങ്ങളാണ് ഇവരെങ്കിൽ നിങ്ങൾ നോക്കൂ, മറ്റ് വികസനത്തിന് എത്രമാത്രം കൊള്ളയടിച്ചിട്ടുണ്ടാവും. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊള്ളയടിച്ചിട്ടുണ്ടാവും എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കാൻ ഒറ്റ ഉദാഹരണം മതി. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് നേരെ മുന്നിലുള്ള ബസ് ഷെൽട്ടർ മാത്രം. ഇതാണ് തളിപ്പറമ്പിൻ്റെ അവസ്ഥ. ഒരു നല്ലൊരു സ്റ്റേഡിയം ഉണ്ട്, നിങ്ങൾ നോക്കൂ. കായിക താരങ്ങൾക്ക്, വളർന്നു വരുന്ന നമ്മുടെ യുവതി യുവാക്കൾക്ക് ഒരു നല്ല സ്റ്റേഡിയം ഈ തളിപ്പറമ്പ് മണ്ഡലത്തിലുണ്ടോ നിങ്ങൾക്ക് പറയാൻ എനിക്കറിയാം. നല്ലൊരു അറവുശാലയുണ്ട്, ആധുനിക അറവുശാലയുണ്ട്. നല്ലൊരു പൊതു മാർക്കറ്റ് ഉണ്ട് ഇവിടെ.
എവിടെയാണ് മാർക്കറ്റിൽ? ഒന്ന് പറയും. ഈ നമ്മുടെ ഈ അമ്പലങ്ങൾ, പ്രസിദ്ധമായ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോകുന്ന വഴി എത്ര വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക. എന്താണ് ഇവിടെ സമസ്യ? നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഓക്സിജൻ പ്ലാന്റ് ഉണ്ട്. 1,65,00,000 രൂപ ചെലവഴിച്ച് പണിത് കഴിച്ച സാധനമാണ്. എന്തേ ഇന്നും ശാപമോഷം കിട്ടാത്ത ഒരു പ്ലാന്റായി മാറിയിട്ടുണ്ടത്? ഇന്ന് ശാപമോഷം കിട്ടിയിട്ടില്ല. MLA കുറവാണോ? ഇല്ലായിട്ടാണോ? നഗരസഭ ഇല്ലായിട്ടാണോ? ഇപ്പം രണ്ടുപേരും അതിന് ഉത്തരവാദിയാണ്. സംസ്ഥാന ഗവൺമെൻറ്റും നഗരസഭാ ഭരണാധികാരികളും സ്വാഭാവികമായി ഇതിന് ഉത്തരവാദി ഒരു സ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മാറിയിരിക്കുകയാണ്. ഇതിനെതിരായിട്ട് സഖാക്കളായിട്ടുള്ള സാധാരണ സഖാക്കൾ, മനസ്സാക്ഷി പാർട്ടി ഓഫീസിൽ പണയം വെക്കാത്ത സഖാക്കളുണ്ട്. ആ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പുനർചിന്തനത്തിന് വിധേയമാകും. ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി ചിന്തിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നഗരത്തിൻ്റെ, ഞാൻ നേരത്തെ വികസനം പറഞ്ഞു, ഞങ്ങൾ ജൽജീവൻ പദ്ധതിയുണ്ട്. 6,000 കോടി രൂപയുണ്ട് കൊടുക്കാൻ ഈ ഗവൺമെൻറ്. ശബരിമല കൊള്ള നമുക്ക് മറക്കാൻ സാധിക്കും. ശബരിമല കൊള്ളത് കട്ടത് LDF ആണെങ്കിൽ വിറ്റത് കോൺഗ്രസ്സാ എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ലേ? കൊടിമരത്തിൻ്റെ പേര് കൊള്ളയടിച്ചത് കോൺഗ്രസ്സാ, പ്രയാർ ഗോപാലകൃഷ്ണനും ടീമുമാണ്. ഈ പറയുന്ന ശബരിമലയിലേക്ക് നേരത്തെ നിങ്ങൾക്കറിയാം, ആരോപണ വിധേയമായിട്ട് നിരവധി ആരോപണം ഉണ്ടായി. പക്ഷേ അവിടെ പമ്പാതീരത്ത് നടന്ന അയ്യപ്പ സംഗമത്തിൽ ഈ പറയുന്ന ഊരാളങ്കൽ സൊസൈറ്റി കൊടുത്ത ബില്ല് എത്രയാണ്? ആദ്യം 7 കോടി രൂപയുടെ ബില്ല് കൊടുത്തു. പിന്നെ പറയാം 5 കോടിക്ക് സെറ്റിൽ ചെയ്യാൻ നോക്കുക. പിന്നെ 4 കോടി കൊടുത്താൽ മതി എന്ന് പറയുന്നു. അപ്പൊ ഇതെന്ത് കള്ളക്കണക്കാണ്? TK ഗോവിന്ദന് കോൺഗ്രസ് എന്നത് താൽക്കാലിക സഹായത്തിനുള്ള പ്രസ്ഥാനം മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് വിളിച്ചാൽ ഗോവിന്ദൻ കൂടെ പോകുമെന്നും അദ്ദേഹം പരിഹസിച്ചു. പരസ്പരം പോരടിക്കുന്ന UDF-ഉം LDF-ഉം മാഹി പാലത്തിനപ്പുറം ഒരേ സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരാണെന്നും ഹരിദാസ് കൂട്ടിച്ചേർത്തു. NDA ജില്ലാ വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ കാളീശ്വരം, സെൽ കോർഡിനേറ്റർ രമേശൻ ചെങ്ങോനി, മണ്ഡലം പ്രസിഡന്റുമാരായ ഷൈമ പ്രദീപ്, ശ്രീഷ്മീനാഥ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ.